ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. സ്കൂൾ വെക്കേഷൻ ആയ സമയത്ത് തറവാട്ട് വീട്ടിൽ ഉമ്മാടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്ലാവിലെ ചക്ക പറിക്കലും ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചക്കയൊക്കെ മൂത്തിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. ഒരു വലിയ ചക്ക നോക്കി പറിച്ചു. ചക്ക വലിയതായിരുന്നു നമ്മുടെ ഇത്. വലിയ ചക്ക നോക്കി തന്നെ പറിച്ചു. ചാക്കിലൊക്കെ പൊതിഞ്ഞ് 2 ദിവസം സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നന്നായി പഴുത്ത് മണമൊക്കെ വന്നിട്ടുണ്ട്. മുറിച്ച് നോക്കിയപ്പോൾ പാകത്തിന് പഴുത്തിട്ടുണ്ട്, മധുരമൊക്കെ ഉണ്ട്. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുണ്ടായിരിക്കുമ്പോഴാണ് ചക്കയുടെ പണി. ഒരു ഭാഗമാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഭാഗം ഫ്രിഡ്ജിലും വെച്ചു. മുറിക്കുമ്പോൾ തന്നെ കുറേ ഭാഗം എല്ലാവരും കഴിച്ചു. കുറച്ച് വൈകുന്നേരത്തെ ചായക്ക് പഴംപൊരി പോലെ ഉണ്ടാക്കാനായി എടുത്തു വെച്ചിട്ടുണ്ട്. പഴംപൊരി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് ചക്കപ്പൊരി. ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പഴംപൊരിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണെന്ന് തോന്നിപ്പോകും. അന്ന് വൈകുന്നേരം ചൂട് ചായക്കൊപ്പം ചക്ക ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ പിറ്റേ ദിവസം ഫ്രീ ആയിട്ടുണ്ടായിരിക്കുമ്പോൾ ഓരോന്നും ചക്ക വെച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ഉരുവുന്നാരൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്ത് 1 കിലോയോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ അരച്ച മിക്സ് ആ പാനിലേക്ക് തന്നെ ഇട്ടുകൊടുത്ത് 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് ഇളക്കി കൊടുത്താൽ മതി. വേറൊരു പാത്രത്തിലാണെങ്കിൽ തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. 1 ടീസ്പൂൺ ഇഞ്ചിയുടെ നീരും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കണം. ഇളക്കി ഏകദേശം ജാമിൻ്റെ പരുവത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞാൽ ഒരു കുപ്പിയിലാക്കി ഇതുപോലെ സൂക്ഷിക്കാം. അടുത്തതായി ഉണ്ടാക്കുന്നത് ചക്കയുടെ പൾപ്പാണ്. ഇതുപോലെ കുരുനാരൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ച് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 7-8 ഈത്തപ്പഴവും 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 ടീസ്പൂൺ വെനില എസൻസോ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒട്ടും തരിയില്ലാതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം. ഈ പൾപ്പ് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ ചക്കയുടെ കാലം കഴിഞ്ഞാലും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കാനും പറ്റും. ചക്ക വെച്ചിട്ടുള്ള കുൾഫി ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ചക്കയുടെ പൾപ്പും 1 കപ്പ് പാലും 1/2 കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കാം. ഇനി മോൾഡിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ദിവസം ഫുള്ള് സെറ്റ് ആവാനായിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയമായതുകൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ സമയമാണ്. ഏലക്കായൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്ന പൾപ്പായതുകൊണ്ട് കുൾഫിയുടെ ടേസ്റ്റൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ നിന്നും പിറ്റേ ദിവസമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മോൾഡിൽ നിന്നും വേഗം ഇളകി വരാനായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. പെട്ടെന്ന് ഇളകി കിട്ടും. ഇതുണ്ടാക്കി കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചക്ക വെച്ചിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/4 കപ്പോളം ചക്കയുടെ പൾപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് റെഡിയായതിന് ശേഷം 1/2 കപ്പോളം ചെറുതായി അരിഞ്ഞ ചക്കയുടെ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പാച്ചുല വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ബോക്സിലാക്കി സൂക്ഷിക്കാം. ഇതും അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് ഒരു ദിവസം ഫുള്ള് വെച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന ഐസ്ക്രീമിൽ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടിയത് ഈ ചക്ക വെച്ചിട്ടുണ്ടാക്കിയപ്പോഴാണ്. പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയൊരു സ്കൂപ്പ് ഉപയോഗിച്ച് ഐസ്ക്രീം ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് കഴിച്ചു നോക്കാം. ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ചക്കയുടെ പൾപ്പും 2.5 കപ്പോളം പാലും 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ചക്ക ഷേക്ക് റെഡിയായി. സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലയിലേക്കായിട്ട് കുറച്ച് ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂവും അതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത ചക്കയുടെ പീസസ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ചക്കപ്പൾപ്പ് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയെല്ലാം
പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. കുറച്ച് മാത്രം കഴിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ബാക്കി വന്ന ചക്കയാണിത്. ചക്ക വരട്ടിയെടുക്കാനായിട്ട് കുരുനാരൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്തതും 1 കിലോയോളം ശർക്കരയും 1 കപ്പ് വെള്ളവും ഒഴിച്ച് അലിയിച്ചത് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. 1/2 കപ്പോളം നല്ല നെയ്യ് ഇടയ്ക്കിടെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഒരു ടാസ്ക് ആയിട്ടുള്ളത്. 1 മണിക്കൂറോളം ഇളക്കിക്കൊണ്ടേയിരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കാഷ്യൂ റൈസിൻസും മൂപ്പിച്ച് ഇട്ടുകൊടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിലോ ആയി എത്ര കാലം വരെയും സൂക്ഷിക്കാം. ഉണ്ടാക്കി വെച്ച പിറ്റേ ദിവസം ഇത് വെച്ച് ഒരട ഉണ്ടാക്കിയിരുന്നു. 2 കപ്പോളം ചക്ക വരട്ടിയതും 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് വാങ്ങി വെക്കാം. ചക്ക വരട്ടിയത് വെറുതെ കഴിക്കാനും ഇലയട, ചക്കപ്പായസം എന്നിവയുണ്ടാക്കാനും പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ചക്കയുടെ വിഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. വീട്ടിൽ ചക്ക അധികം വന്നാലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. തീർന്നിട്ടില്ല. ചക്കയുടെ വിഭവങ്ങളുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.